നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL സീസണിൽ മുംബൈ ഇന്ത്യൻസ് പരിതാപകരമായ പ്രകടനമാണ് നടത്തിയത്. ആദ്യം പുറത്തായ ടീം അവരാണ്. എന്നാൽ അടുത്ത സീസണിലേക്ക് എന്തു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കണം? എന്തായാലും മെഗാ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടീമിൽ അടിമുടി മാറ്റമുണ്ടാവും. നായക സ്ഥാനത്ത് എന്തു മാറ്റമുണ്ടാകും? കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഡ്രസ്സിംഗ് റൂമിൽ പ്രശ്നമാണ്, ഹാർദിക്കിനെതിരെ പലരും പരാതി കൊടുത്തിരിക്കുന്നു ഫ്രാഞ്ചൈസിയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് എന്ന്. എന്നാൽ അത്തരത്തിലൊരു സംഗതി ഇല്ല എന്നാണ് ഇപ്പോൾ ചില സോഴ്സുകൾ ഉദ്ധരിച്ചുകൊണ്ട് റവ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. റവ് സ്പോർട്സ് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സോഴ്സാണ്. അതിലവർ എഡിറ്റോറിയലായിട്ട് തന്നെ കൊടുക്കുന്ന കാര്യം MI നായകനായിട്ട് ഹാർദിക് പാണ്ഡ്യ റീറ്റെയിൻ ചെയ്യും. മെഗാ ഓപ്ഷന് മുമ്പുള്ള റീടെൻഷൻ അതിൽ ഹാർദിക് പാണ്ഡ്യ തുടരുമെന്ന് മാത്രമല്ല, അദ്ദേഹം തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് MIയുടെ ക്യാപ്റ്റൻ. രോഹിത്തിനെ തിരികെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കാനുള്ള യാതൊരുവിധ ചിന്തയോ അല്ലെങ്കിൽ നീക്കങ്ങളോ ഒന്നും വരുന്ന സീസണുകളിലും ഉണ്ടാവില്ല എന്നാണ് ഈ ഒരു വിലയിരുത്തൽ. MI സെറ്റ് ടു റീറ്റെയിൻ പാണ്ഡ്യ ആസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എഡിറ്റോറിയലിൽ ഷാമിക് ചക്രവർത്തി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. അത് വെറുതെ അങ്ങ് പറയുകയല്ല, MIയുമായി അടുത്ത ചില വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പുറത്ത് പറയാത്ത ചില സോഴ്സുകളെ ആണ് അവർ ഉദ്ധരിക്കുന്നത്. അതിപ്പം പല മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണല്ലോ, ചില സോഴ്സുകൾ ആരാണെന്ന് അവർ വെളിപ്പെടുത്തില്ല. പക്ഷേ അക്കോർഡിംഗ് ടു സോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ റിപ്പോർട്ട് കൊടുക്കുന്നത്. അതിൽ പറയുന്നത് മുംബൈക്ക് ഹാർദിക് പാണ്ഡ്യയിൽ വിശ്വാസമുണ്ട്. അത് റവ് സ്പോർട്സ് മനസ്സിലാക്കുന്നു. ഫ്രാഞ്ചൈസി അടുത്ത വർഷത്തെ മെഗാ ഓപ്ഷനിലേക്കൊക്കെ പോകുമ്പോൾ ടീമിൽ ക്യാപ്റ്റനായിട്ട് എന്തായാലും ഹാർദിക് പാണ്ഡ്യ ഉണ്ടാകും. അത് MIയുടെ ഈ സീസണിലെ ഏർലി എലിമിനേഷൻ അവർ കാര്യമാക്കുന്നില്ല. 8 മത്സരങ്ങളാണ് ഇപ്പോൾ 12 കളികളിൽ നിന്ന് ടീം പരാജയപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. സോഫാർ അങ്ങനെ അവരത്ര നല്ല രൂപത്തിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും രോഹിത് ശർമ്മയെ വീണ്ടും ക്യാപ്റ്റനാക്കാനുള്ള ഉദ്ദേശമില്ല. ഹാർദിക് പാണ്ഡ്യ തന്നെ അവിടെ നായകനായിട്ട് തുടരും. അക്കോർഡിംഗ് ടു സോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നു, ഫ്രാഞ്ചൈസി ഹാർദിക് പാണ്ഡ്യക്ക് ഇനിയും സമയം കൊടുക്കാൻ തയ്യാറാണ്. പുതിയ ക്യാപ്റ്റൻ എന്ന റോളിൽ ടീം മാനേജ്മെൻറ്റ് ഒരു ലോങ് ടേം അപ്പോയിൻമെൻ്റ് ആയിട്ടാണ് ഹാർദിക് പാണ്ഡ്യയെ കാണുന്നത്. അടുത്ത ഇയറിൽ സ്വാഭാവികമായിട്ടും ഒരു റീബിൽഡിലേക്ക് ടീം പോകും. അവിടെ അവരുടെ ടീമിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് ഹാർദിക് ഉണ്ടാകും. അദ്ദേഹമായിരിക്കും ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഐക്കൺ, ടീമിൻ്റെ വരും വർഷങ്ങളിലേക്കുള്ള ഐക്കണായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആളായിട്ട് അവർ കാണുന്നത് ഹാർദിക് പാണ്ഡ്യയെ തന്നെയാണ്. MI മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും ഈ വർഷത്തെ പെർഫോമൻസിൽ ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷേ ഒരു വലിയ ആകെ പിടിച്ചു കുലുക്കുന്ന മാറ്റങ്ങളിലേക്കൊന്നും അവർ പോകുന്നില്ല. ആ ഒരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു, തീർച്ചയായിട്ടും ഈ ഒരു വർഷം കൂടുതൽ മികവ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു ലേണിംഗ് ഫേസ് ആയിട്ടാണ് മുംബൈയുടെ തലപ്പത്തിരിക്കുന്നവർ കാണുന്നത്, അധികൃതർ കാണുന്നത്. MI എപ്പോഴൊരു ടീമിൻ്റെ നായകസ്ഥാനം ഏറ്റെടുത്ത് സ്ട്രൈറ്റ് അവേ പോയിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. പാണ്ഡ്യ തീർച്ചയായിട്ടും ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇമ്പ്രൂവ് ആവും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. നമുക്കറിയാം പാണ്ഡ്യയുടെ സ്റ്റണ്ണിങ് പെർഫോമൻസ് GTയിൽ നമ്മൾ കണ്ടതാണ്. റിപ്പോർട്ടഡ്ലി 15 crore ഒക്കെ കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ സ്വന്തമാക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഈ തവണ വന്നിട്ട് അത്ര ഒരു മികവിലേക്ക് അദ്ദേഹത്തിന് MIയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ വരികയും കളിക്കളത്തിലേക്ക് അദ്ദേഹം ഇറങ്ങുമ്പോൾ ഗ്യാലറികളിൽ ഇരുന്ന് ആരാധകരെ കൂവി വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ സ്വാഭാവികമായിട്ടും താരത്തെ മാനസികമായിട്ട് തളർത്താൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഇപ്പം 1-2 ആഴ്ചകൾക്ക് മുമ്പാണ് MIയുടെ ബാറ്റിംഗ് കോച്ചായിട്ടുള്ള കരൺ പൊള്ളാഡ് പറഞ്ഞത്, ഇപ്പോൾ കൂവി വിളിക്കുന്നവരൊക്കെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ മികച്ച പ്രകടനം നടത്തുമ്പോൾ ഹാർദിക്കിന് വേണ്ടി കൈയടിക്കും, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. കൂടാതെ തന്നെ മറ്റു ചില സോഴ്സുകൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട് ഡ്രസ്സിംഗ് റൂമിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അത്തരത്തിൽ ചിലർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. സ്വാഭാവികമായിട്ടും മീറ്റിംഗ് ഉണ്ടാവുകയും ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഒരു ടീമിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അത് ഇവിടെയും സംഭവിക്കുന്നത്, അത് എല്ലാ സ്പോർട്ടിലും സംഭവിക്കുന്നുണ്ട്. ഇപ്പം ടോപ്പ് ലെവൽ ഫുട്ബോളിലാണെങ്കിലൊക്കെ എവറി വീക്കെൻഡ് ഇത് സംഭവിക്കുന്നതാണ്. പാണ്ഡ്യ MIയുടെ ക്യാപ്റ്റനാണ്, പക്ഷേ ടീമിന് നല്ലൊരു ലീഡർഷിപ്പ് കോറുണ്ട്. അതിൽ രോഹിത് ഉണ്ട്, ജസ്പ്രീത് ബുംറയുണ്ട്, അവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഓരോ സജഷൻസ് ഒക്കെ വരും, അത് ചർച്ച ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ ടീമിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ചിരിച്ചു തള്ളേണ്ട കാര്യമാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇപ്പം
ടീമിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറാനുള്ള ശ്രമങ്ങളിലേക്കാണ് എന്തായാലും പോകുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഓഫ് കോഴ്സ് മാനേജ്മെന്റ് IPL പാണ്ഡ്യയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ 198 റൺസാണ് 12 മത്സരങ്ങളിൽ നിന്ന് 147.76 സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചിരിക്കുന്നത്. അത് മതിയാവുമായിരുന്നില്ല. അവർ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു, ചില മാച്ച് വിന്നിങ് ഇന്നിങ്സുകൾ പ്രതീക്ഷിച്ചിരുന്നു, ഒക്കെ ശരിയാണ്. ബോൾ കൊണ്ടും അദ്ദേഹം തുടക്കത്തിൽ അത്ര നന്നായില്ല, പക്ഷേ ഇപ്പോൾ അദ്ദേഹം നന്നായിട്ട് ബൗൾ ചെയ്യുന്നുമുണ്ട്. കൂടുതൽ മികവ് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. അതിനവർ സമയം കൊടുക്കാൻ തയ്യാറുമാണ്. വരുന്ന വർഷങ്ങളിലേക്ക് കൂടിയുള്ള ഒരു ലോങ് ടേം അപ്പോയിൻമെന്റ് ആയിട്ടാണ് ഹാർദിക് പാണ്ഡ്യയെ കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെ എത്ര താരങ്ങൾ റീറ്റെയിൻ ചെയ്യും ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. BCCI അധികം വൈകാതെ തന്നെ ഫ്രാഞ്ചൈസി ഓണേഴ്സുമായിട്ട് ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ച നടത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം BCCIയുടെ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. മിക്കവാറും 9 പേര് വരെയൊക്കെ റീറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് ചില മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിലും 3 to 5 പ്ലേയേഴ്സിനെ ആയിരിക്കും റിട്ടൻഷൻ ഓപ്ഷൻ ഉണ്ടാവുക എന്ന് റേവ് സ്പോർട്സ് ഇപ്പം നിരീക്ഷിക്കുന്നു. ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വരുന്ന വർഷങ്ങളിലേക്ക് കൂടിയുള്ള അപ്പോയിൻമെന്റാണ് ഹാർദിക് പാണ്ഡ്യ. MIയുടെ വരും നാളുകളിലെ മുഖം അത് പാണ്ഡ്യ തന്നെയായിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.